ഹലോ, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചാമ്മ ഒരു സ്വപ്നം കണ്ടിരുന്നു അല്ലേ? രവിയും കുടുംബവും എല്ലാം തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ ഇവർ വരുന്നത് കാണുന്നപ്പോഴത്തേക്കും അച്ചാമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ചന്ദ്രയ്ക്കും ശ്രുതിക്കും അതുപോലെ വർഷയ്ക്കും എന്തോ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. ആ ഒരു സങ്കടത്തിൽ അച്ചാമ്മ നിൽക്കുന്ന സമയത്താണ് രവി അമ്മയെ കണ്ടുകൊണ്ട് ഓടി വന്നിട്ട് അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. രവിയോടും തിരിച്ച് വിശേഷങ്ങളൊക്കെ അച്ചാമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം തന്നെ സച്ചി വേഗം ഓടി വന്നിട്ട് അച്ചാമ്മയെ എടുത്ത് കറക്കുന്നുണ്ട്. അതിനുശേഷം താഴത്തേക്ക് നിർത്തിയിട്ട് എന്തൊക്കെയുണ്ട് അച്ചാമ്മയെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയൽപക്കത്തു നിന്നുള്ള 2-3 ചേച്ചിമാർ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കലാവതി അമ്മയ്ക്ക് സന്തോഷമായല്ലോ, കുറച്ച് നാളത്തേക്ക് മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇനി ഞങ്ങളൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അതിനുശേഷം രേവതിയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കും, രേവതി മോളെ നീയാൾക്ക് ക്ഷീണിച്ചു പോയല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവളോ ക്ഷീണിച്ചെന്ന്, ഇവള് 2 പേർക്കുള്ള ചോറ് തിന്നുമെന്ന് നമ്മുടെ സച്ചി കളിയായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ളൊരു ചേച്ചി പറയുകയാണ്, സച്ചി നീ ഭാര്യയാണ്, രേവതിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ അവൾ പാവമാണ്, അവൾ നല്ല രീതിക്ക് തന്നെ നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ചന്ദ്രയോടായിട്ട് ചോദിക്കുകയാണ്, അമ്മേ രേവതി ഇവിടെ ഉള്ളവർക്കും ഭയങ്കര കാര്യമാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവരൊക്കെ ലോക്കൽസ് അല്ലേ മോൾ, രേവതിയും ഒരു ലോക്കലാണ്, അതുകൊണ്ട് ഇവർ തമ്മിൽ ചേർന്ന് പോകും എന്നൊക്കെ ഒരു കളിയാക്കുന്ന രീതിക്ക് ചന്ദ്ര സംസാരിക്കുകയാണ്. അതിനുശേഷം എല്ലാവർക്കും വേണ്ടിയിട്ട് ആരതി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ പാർവമ്മ. ഈ ഒരു സമയത്ത് രവി അമ്മയോടായിട്ട് പറയുന്നുണ്ട്, അമ്മയും ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുക, അമ്മയ്ക്കും ചിലപ്പോൾ കണ്ണീർ കിട്ടിയിട്ടുണ്ടാവും, ഇത്രയും സ്നേഹമുള്ള മകനെയും മരുമക്കളെ കിട്ടിയതിൽ ആരൊക്കെയോ കണ്ണു വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അമ്മയും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ അമ്മയും കൂട്ടി നിർത്തുകയാണ്. അങ്ങനെ എല്ലാവരെയും ആരതിയൊക്കെ കുഴിഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് രവിയുടെ അമ്മ. ഈ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ്, അച്ചാമ്മ ഞാനാകെ ടയേർഡാണ്, ഒന്ന് കുറച്ച് നേരം ഞങ്ങളൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ റൂം പിടിക്കാൻ പോകുന്നതാണ് സച്ചി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അങ്ങനെയൊന്നും അല്ലെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ ശ്രുതിയുടെ ഉദ്ദേശം അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയി റൂമിൽ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുകയാണ്. കൂട്ടത്തിൽ തന്നെ ശ്രീകാന്തിനോട് വർഷയോടെ നിങ്ങൾ ആ റൂം എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ ആ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും രവിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ മക്കളെയും മരുമക്കളെയൊക്കെ സേഫായിട്ട് റൂമിലേക്ക് ഏറ്റുകയാണല്ലോ എന്ന് ചുമ്മാ തമാശ രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ശ്രുതിയാണ്. ശ്രുതി റൂമിലിരിക്കുമ്പോഴും വീരാനൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്താവും, വീരാനൊക്കെ എപ്പോഴായിരിക്കും വരുന്നത് എന്നൊക്കെയുള്ള ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളൊന്നും കൊണ്ട് കാര്യമാക്കണ്ട, സച്ചിയുടെ സ്വഭാവം നിനക്കറിയാലോ, അവൻ ഇവിടെ വളർന്നുകൊണ്ട് തന്നെ അവന് ഈ വീട്ടിൽ സ്വാധീനം കുറച്ച് കൂടുതലാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവി കൂടെ വീട്ടിൽ കേട്ടിട്ട് അപ്പുറം ചെവി കൂടെ അങ്ങ് വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയുടെ ഇളയച്ചൻ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ചന്ദ്ര. ഇതേ സമയം ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രവി, ഞാനിന്ന് സുഹൃത്തുക്കളെ കണ്ടിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, രവിയേട്ടൻ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ശ്രുതിയുടെ ഇളയച്ചൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാനിന്ന് പുറത്തേക്ക് പോയിട്ട് വരാം, മഹേഷിൻ്റെ കൂടെ കാറങ്ങ് നീക്കിയിട്ടിട്ട് വരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര പതുക്കെയാണെങ്കിലും പറയുകയാണ്, നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോ, ശ്രുതിയുടെ ഇളയച്ചൻ വരുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടാവണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല എന്ന് പറയും കേട്ടോ. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ സച്ചി പതുക്കെയാണ് പറഞ്ഞതെങ്കിലും ഇത് സച്ചി കേൾക്കുന്നുണ്ട്. സച്ചി വേഗം തന്നെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അപ്പം അങ്ങനെയാണുള്ള കാര്യങ്ങൾ, അപ്പം തീർച്ചയായിട്ടും പൗഡർ എടുത്തിട്ട് ഇളയച്ചൻ വരുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടാകും, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതിയോടും അച്ചാമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞിട്ടാണ് സച്ചി പുറത്തേക്ക് പോകുന്നത്. ഇതേ സമയം തന്നെ കാണിക്കുക നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ്. വർഷയാണെങ്കിലോ ഇവിടെ സൗകര്യമില്ല, റൂം ചെറുതാണ്, അറ്റാച്ച്ഡ് ബാത്റൂം പോലും ഇല്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് റൂം ബുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചാമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതല്ല അച്ചാമ്മ ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ടാണ് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അച്ചാമ്മ പറയും, മോളെ പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ചൂട് നീ കണക്കാക്കേണ്ട, രാത്രിയാകുമ്പോൾ ജനൽ തുറന്നിട്ടാൽ നല്ല തണുപ്പായിരിക്കും, പിന്നെ എനിക്ക് ഗ്രാമത്തിൽ താമസിക്കുന്ന ഇഷ്ടം, എന്നിട്ടും ഞാൻ നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് കൂടി കുറച്ച് നേരം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ നിങ്ങളുടെ കൂടെ നഗരത്തിൽ വന്ന് താമസിക്കാറുണ്ട്, അതുപോലെ തന്നെ അച്ചാമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് 2 ദിവസത്തെ മോളി വീട്ടിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പക്ഷേ അത് സമ്മതിക്കുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് ഹാളിലിരുന്ന് ഇളയച്ചനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും. ഈ ഒരു സമയം തന്നെ രേവതിയോട് ചായയായിട്ട് വരാനായിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇളയച്ചന് വേണ്ടിയിട്ട് ചിക്കൻ, മട്ടൻ, അതുപോലെ തന്നെ പച്ചക്കറി, കാപ്പി, ചായ ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് പല തവണകളായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചാമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ രേവതി വീട്ടിലെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതല്ല അമ്മ, വീട്ടിലും അവൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്, അവൾ വെക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടോ.
അതിനുശേഷം ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ചന്ദ്ര പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് വർഷ റേഞ്ച് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയോടായിട്ട് മോളെ വാ നമുക്ക് പുറത്തേക്ക് പോകും, അവിടെ നല്ല റേഞ്ച് ആണെന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രുതിയും ചന്ദ്രയും കൂടി പുറത്തേക്ക് പോകാൻ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടും ചന്ദ്ര സംസാരിക്കുന്ന ഇളയച്ചനെ കുറിച്ച് തന്നെയാണ്. അതിനുശേഷം അടുക്കളയിൽ നിന്ന് പണിതുകൊണ്ടിരിക്കുന്ന രേവതി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് അച്ചാമ്മ അകത്ത് നിന്ന് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയ്ക്ക് രേവതിയോടുള്ള ഈ ഒരു പെരുമാറ്റം കാണുമ്പോഴത്തേക്കും ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് നമ്മുടെ അച്ചാമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ രവിയുടെ അമ്മ പറഞ്ഞിട്ട് പാറു അമ്മ പച്ചക്കറികൾ മറ്റും നിരത്തിയതാണ്. ഈ ഒരു സമയത്ത് തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നല്ല കറികൾ ഉണ്ടാക്കണം, പച്ചടി, കിച്ചടി, തോരൻ, സാമ്പാർ, അവിയൽ, അങ്ങനെ എല്ലാം ഉണ്ടാക്കണം, രേവതിയും കൂടുമെന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ വിളിച്ചു വരുത്താണ് കേട്ടോ അങ്ങോട്ടേക്ക്. അന്നേരം തന്നെ അച്ചാമ്മ പറയുന്നുണ്ട് രേവതി മാത്രം ഈ കറികളെല്ലാം ഉണ്ടാക്കാനാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനെന്താമ്മേ അവൾ എല്ലാ കറികളും ഉണ്ടാക്കും, അവൾ വേഗം എല്ലാ പണികളും ചെയ്യും, അവൾ എൻ്റെ മകൻ്റെ ഭാര്യയല്ലാമേ, അതുകൊണ്ട് തന്നെ അവൾ ഞാൻ പറയുന്ന എന്തോ അനുസരിക്കും എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, അവൾ നിൻ്റെ മകളുടെ ഭാര്യ ആയതുകൊണ്ടാണ് നീ അവളോട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞല്ലേ, അപ്പം ഇത് എൻ്റെ വീടല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ ഈ വീട്ടിൽ എല്ലാം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് നല്ല അടി കിട്ടുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നത് എന്ത് ഞാൻ ചെയ്യാനോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ നീ തന്നെ ചെയ്യണം, എന്താ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ, കൂട്ടത്തിൽ നിൻ്റെ പ്രിയപ്പെട്ട മരുമക്കളെയും കൂടി കൂട്ടിക്കൊള്ളാൻ പറയുമ്പോഴത്തേക്കും വർഷയും ശ്രുതിയെയോ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതിനെന്താ പണക്കാരുടെ മക്കളാണെന്ന് വെച്ചിട്ട് അവർക്കും അടുക്കളപ്പണിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, അവരെ വിളിക്ക് എന്ന് അച്ചാമ്മ പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ചന്ദ്ര മടിച്ചു നിൽക്കും. എന്നിരുന്നാൽ അച്ചാമ്മ കുറച്ചും കൂടി കഠിനമായ ശബ്ദത്തിൽ അവരെ വിളിക്കാണ് നിന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര രണ്ടുപേരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താണ് കേട്ടോ. എന്നിട്ട് കാര്യം തിരക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ കുറേ ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാം തന്നെ അമ്മ ഉണ്ടാക്കുക, അമ്മയെ സഹായിക്കാനാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, പെൺകുട്ടികളായിക്കഴിഞ്ഞാൽ വീട്ടുജോലികളെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ ആണുങ്ങൾക്ക് അടുക്കളയിൽ കയറാൻ പാടില്ലേ, വീട്ടുജോലികളെല്ലാം പെണ്ണുങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് വർഷ ചോദിക്കുമ്പോഴത്തേക്കും വർഷയെ രൂക്ഷമായി അച്ചാമ്മ നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.